യേശുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹൈദരാബാദിൽ ശുശ്രൂഷയ്ക്ക് കടന്നുപോയി ചില വർഷങ്ങൾക്ക് മുമ്പ്, 1-2 വർഷമായി. അവിടെ വെച്ചൊരു സാക്ഷ്യം കേട്ടു. ഹൈദരാബാദിന്റെ ഉൾപ്രദേശങ്ങളിൽ ഒരു ദൈവദാസൻ പ്രാർത്ഥനയ്ക്കൊരു വീട് വാടകയ്ക്കെടുത്ത് പ്രാർത്ഥന തുടങ്ങി. ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം ഈ പ്രാർത്ഥനയ്ക്കായി ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. ആ ഗ്രാമത്തിലുള്ളവരെല്ലാം പ്രാർത്ഥനയ്ക്ക് കൂടുന്ന കണ്ടപ്പോൾ ആ നാട്ടിലെ സുവിശേഷം ഇഷ്ടപ്പെടാത്ത ചേട്ടന്മാർക്ക് ഭയങ്കര ദേഷ്യമായി. ഈ ചേട്ടന്മാരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞു, ഈ ഉപദേശിയെ, ഈ പാസ്റ്ററെ തല്ലണം. അവർ ഇരുമ്പ് വടിയും മരക്കഷ്ണങ്ങളും ഒക്കെയായി പാസ്റ്ററെ തല്ലാൻ 4 ദിവസം പാസ്റ്റർ ചർച്ചിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിവക്കിലുള്ള മരത്തിന്റെ പിറകിൽ 4 ദിവസത്തോളം ഓരോ ദിവസവും ഇവർ കാത്തിരുന്നു. 5-ാമത്തെ ദിവസം ഈ കൂട്ടുകാരെ വിളിച്ചപ്പോൾ ആ കൂട്ടുകാരിൽ ഒരുത്തൻ ആക്സിഡന്റ് ആയി. അവൻ വരാൻ പറ്റിയില്ല. ആർക്കും, എല്ലാവരും ആശുപത്രി പോയി. ആക്സിഡന്റ് ആയ കൂട്ടുകാരൻ പിന്നീട് ദൈവത്തെ അറിഞ്ഞു. അവൻ തല്ലാൻ വന്നതിൽ ഒരുത്തൻ ദൈവത്തെ അറിഞ്ഞു. അവൻ ഇതേ ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അവൻ സാക്ഷ്യം പറയുക, 4 ദിവസം ഞങ്ങൾ 5-6 പേര് പാസ്റ്റർ വരുന്ന വഴിയിൽ പാസ്റ്റർ മർദ്ദിക്കാൻ ഇരുമ്പ് വടിയും മരക്കഷ്ണങ്ങളും ഒക്കെയായി ഞങ്ങൾ മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിന്നു. പിന്നെ എന്നാ നിങ്ങൾ തല്ലാഞ്ഞേ? അനി പാസ്റ്റർ ഒറ്റയ്ക്ക് വരുന്ന നോക്കിയല്ലേ ഞങ്ങൾ നിൽക്കുന്നേ? പാസ്റ്റർ ഒറ്റയ്ക്ക് വരുന്നേ നോക്കിയാ ഞങ്ങൾ നിൽക്കുന്നേ. പക്ഷെ ഞങ്ങൾക്ക് തല്ലാൻ പറ്റിയില്ല. എന്നാ 4 ദിവസവും പാസ്റ്റർ വന്നത് 3 പേരുടെ കൂടെയാണ്. ഹല്ലേലൂയ. ആ ദൈവദാസൻ അത് കേട്ട് കസേരന്ന് താഴെ വീണു, നെടുമ്പാട് വീണു, നിലവിളിച്ച് കരഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം 4 പേരായല്ല പോയത്. അദ്ദേഹം ഒറ്റയ്ക്ക് പോയപ്പോൾ ഉപദ്രവിക്കാൻ നിന്നവരുടെ കണ്ണിൽ ദൂതന്മാർ ഇടത്തും വലത്തും മുമ്പും ദൂതന്മാർ നടന്നുപോയപ്പോൾ മർദ്ദിക്കാൻ വന്നവൻ വിചാരിച്ചു 4 പേരുണ്ടെന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ സാധാരണ മനുഷ്യന്മാരാണ്, പക്ഷെ ഞങ്ങളുടെ അകത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനെ തടുക്കുവാൻ, ആ ദൈവ പ്രവൃത്തി അവസാനിപ്പിക്കുവാൻ ഉലകത്തിൽ ഒന്നിനും കഴിയത്തില്ലെന്നാ പറഞ്ഞു. മർദ്ദിക്കാൻ വന്നവന്റെ കണ്ണി 4 പേരുണ്ട്. സ്വതന്ത്രം. ആ പാവപ്പെട്ട ഉപദേശി അപ്പച്ചൻ, ഒരു കൈവീശി അടിക്കാൻ ത്രാണിയില്ലാത്ത പാവം മനുഷ്യൻ നെടുമ്പാട് വീണ് നിലവിളിച്ചു ദൈവത്തെ സ്തുതിച്ചു. ആമേൻ. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട്